പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കണ്ടെടുക്കാം നക്ഷത്ര ജീവിതങ്ങളെ. കൂടിക്കാഴ്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്നിവിടെ സ്റ്റുഡിയോയിൽ ലഭിച്ചിരിക്കുന്നത് പരിശീലകനും പ്രഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദിനെയാണ്. അദ്ദേഹം ജേർണലിസത്തിലും സൈക്കോളജിയിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ഒരു LLB അഡ്വക്കേറ്റ് കൂടിയാണ്. ഇതിനെല്ലാം പുറമെ അദ്ദേഹം ഏകദേശം 3000-ൽ അധികം വേദികളിൽ 5 ലക്ഷത്തിലധികം ആളുകൾക്ക് പരിശീലനം നൽകിയിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ടും താങ്കളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. താങ്കൾ സൗദി അറേബ്യയിൽ ആദ്യമായിട്ടാണോ വരുന്നത്, അതല്ല ഇതിനു മുമ്പും വന്നിട്ടുണ്ടോ? സത്യത്തിൽ ഏറ്റവും കൂടുതൽ വരാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നാടാണല്ലോ തിരുഗേഹങ്ങളുടെ നാടായിട്ടുള്ള സൗദി എന്ന് പറയുന്നത്. ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ആദ്യ ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു പരിശീലന പ്രോഗ്രാം അത് ദമാമിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിലാണ് സംഘടിച്ചത് അല്ലെങ്കിൽ നടന്നത് എന്നുള്ളതാണ്. ഒരു വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് ഇതാണ് ആദ്യത്തെ പ്രോഗ്രാം ഇന്ത്യക്ക് പുറത്ത്. ഇതാണ് ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പം ചില ഹോസ്പിറ്റൽസ്, ക്ലിനിക്കുകൾക്കൊക്കെ ഞാൻ ബിസിനസ് ട്രെയിനിങ്, സ്റ്റാഫ് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചില സൂപ്പർ മാർക്കറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലീഡേഴ്സിനുള്ള ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ലീഡർഷിപ്പ് വർക്ക്ഷോപ്സ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത്. മാഷാ അല്ലാഹ്. ഏതായാലും അതിനിടയിലും ഒരു തിരക്ക് പിടിച്ച ഈ സമയത്തിനിടയിലും ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താങ്കൾ വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വന്നതിൽ ഞാൻ ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് താങ്കളെ കുറച്ചുകൂടി വിശദമായി പരിചയപ്പെടുന്നുണ്ട്. പീസ് റേഡിയോയുടെ പ്രേക്ഷകർക്ക് താങ്കളെക്കുറിച്ച് നന്നായി അറിയാൻ താല്പര്യമുണ്ട്. അപ്പം നമുക്ക് വിഷയങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ടും ഒരു പബ്ലിക് സ്പീക്കിംഗ് കോച്ച് എന്ന നിലയിൽ താങ്കളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാം. താങ്ക് യു. ഞാൻ ആക്ച്വലി പീസ് റേഡിയോയുടെ ഇൻ്റർവ്യൂകളൊക്കെ കേൾക്കുന്ന ഒരാളാണ്. വീക്ഷിക്കാറില്ല, കൂടുതൽ കേൾക്കാറാണ്. എനിക്കിതിലൊരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇൻ്റർവ്യൂകളിലൊരു വാചാടോപം ഭയങ്കര കൂടുതലായിരിക്കും, ഹൈ പിച്ച് വോയിസുകളായിരിക്കും, കുറേ നോയ്സി ആയിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ നമുക്ക് പലപ്പോഴും പല ഇൻ്റർവ്യൂകളിൽ നിന്നും കിട്ടാറുള്ളത്. പക്ഷെ പീസ് റേഡിയോ പേര് പോലെ തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നൊരു വേദിയാണ് എന്ന് തോന്നുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ വീക്ഷിക്കുമ്പോഴും അല്ലെങ്കിൽ കേൾക്കുമ്പോഴും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതും അതാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങളെ അറിയിക്കുകയാണ്, ഒരു അഭിനന്ദനം പോലെ. ഓക്കെ, ജസാക്കല്ലാഹു ഖൈറൻ. ഒരു വ്യക്തി അദ്ദേഹം പബ്ലിക് സ്പീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആളുകൾ പല ഘട്ടങ്ങളിലും ജീവിതത്തിൽ സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. ഇപ്പം ചിലപ്പം ചില ആളുകളോടൊരു നന്ദി പ്രസംഗം പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ, ഇപ്പം ഞാൻ സാറിനോട് ഒരു നന്ദി പ്രസംഗം പറയാണ്, സാർക്ക് ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ആളാണെങ്കിൽ സാർ അവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക, ആ അവസരം മുതലാക്കാതിരിക്കാനാണ് ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് കിട്ടുന്ന പല അവസരങ്ങളും നമ്മളുടെ ലീഡർഷിപ്പിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷനിലാണെങ്കിലും നമ്മുടെ കരിയറിലാണെങ്കിലും ഒക്കെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം നമ്മൾ മാറി നിൽക്കേണ്ടി വരാറുണ്ട്. നമുക്കതിന് പ്രധാനപ്പെട്ടിട്ട് ഉള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ എന്നാണ് അതിന് നമ്മൾ പറയാം. അതായത് ഞാൻ സംസാരിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കും. എൻ്റെ പ്രസംഗം തോറ്റു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കും. രണ്ടാമത് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഉദാഹരണത്തിന് ഇപ്പം ഷഹനാസ്കയുടെ മുന്നിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നൊരു പേടി വന്നാൽ, എൻ്റെ മുന്നിലിരിക്കുന്ന ക്രൗഡ് എന്നെ ജഡ്ജ് ചെയ്യുമോ എന്ന് പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും. പിന്നെ നമുക്ക് പറയാം ഫിയർ ഓഫ് നോളേജ്. അറിവ് നമുക്കില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഭയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒന്നുണ്ടാവുന്നത് ഫിയർ ഓഫ് മിസ്റ്റേക്ക് ആണ്. അതായത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടി. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ, എൻ്റെ വാക്കുകളുടെ ഫ്ലോ ഇല്ലാതെ എൻ്റെ പ്രസംഗം മോശമായി പോകുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടാവാറുണ്ട്. ഈ ഭയം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. എമേഴ്സൺ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രശസ്തനായിട്ടുള്ള ചിന്തകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ നല്ല പ്രസംഗകരും ഒരു കാലത്തെ ഏറ്റവും മോശം പ്രസംഗകരായിരുന്നു.
ഏറ്റവും മോശം പ്രസംഗകനാണ് ഏറ്റവും നല്ല പ്രസംഗകനാവുന്നത്. ഇവിടെ ഇരിക്കുന്ന ബിലാൽ മുഹമ്മദിന് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗ അനുഭവം ഉണ്ടായിരിക്കാം. അവിടെ ഇരിക്കുന്ന ഷഹനാസ്കക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഓക്കെ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസയറാണ്. സ്ട്രോങ് ആയിട്ട് എനിക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കണം, എന്നെക്കുറിച്ച് പറയണം, ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കണം എന്നൊക്കെ ഉള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മെല്ലെ മെല്ലെ വേദികളിലേക്ക് വരാൻ കഴിയും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ കാര്യം. യു ഷുഡ് ഹാവ് എ സ്ട്രോങ് ഡിസയർ. ഓക്കെ. രണ്ടാമത് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ വിശ്വസിക്കുക. ആദ്യമായിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആദ്യമായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത ദിവസത്തെക്കുറിച്ച്. നമ്മൾ പേസ്റ്റ് ചിലപ്പോൾ വിഴുങ്ങിയിട്ടുണ്ടായിരിക്കാം, ബ്രഷ് ചിലപ്പോൾ മൂക്കിലൂടെ നമ്മൾ തേച്ചിട്ടുണ്ടായിരിക്കും. കുഞ്ഞായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചപ്പോഴും നമ്മൾക്ക് നമ്മുടെ വായിലേക്ക് ഭക്ഷണം പോകുന്നതിന് പകരം സൈഡിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും. ഇന്നും ആ അനുഭവങ്ങളല്ല. ഇന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ആദ്യം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കും, ഫസ്റ്റ് ഗിയർ എവിടെയാണ് ഇടേണ്ടത്, ആ വരുന്നത് കുന്നാണ്, ബ്രേക്ക് ഇപ്പം ചവിട്ടണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഒരു പക്ഷേ ഫോണിൽ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂളായി ഡ്രൈവ് ചെയ്യുമായിരിക്കും. ഒരു സോങ് വരുമ്പോൾ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് പോലും ഉണ്ടായിരിക്കില്ല നമ്മൾ ഇങ്ങോട്ടാണ്, നമ്മളുടെ മൈൻഡ് അങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ടായിരിക്കാം. സോ ആദ്യത്തേതിന് ഏതിനും കൂടുതൽ ജാഗ്രതയുണ്ടായിരിക്കും. ആ ജാഗ്രതകളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന അറിവും എക്സ്പീരിയൻസുമാണ് നമ്മൾ നല്ലൊരു പ്രസംഗകനാക്കി മാറ്റുന്നത്. മാഷാ അല്ലാ, വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് തുടക്കം തന്നെ താങ്കൾ തന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം, ഫിയർ ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മൾക്കിപ്പം ഒരു വേദി ആരെങ്കിലും ഒരുക്കി തരികയാണെങ്കിൽ, എന്തിനെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ തീർച്ചയായിട്ടും ഒരു വിഷയം അവർ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത്, എന്താണ് വിഷയം എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിൽ നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടല്ലേ? അതെ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദമായി പറഞ്ഞതെങ്കിൽ. യെസ്, ഈ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഓഡിയൻസ് 3 തരമാണ്. 3 തരം ഓഡിയൻസ് ആയിട്ട് നമുക്ക് അവരെ കണക്കൂട്ടാം. ഒന്ന്, നമ്മളെക്കാൾ ഹൈ നോളേജ്, ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ സെയിം കാറ്റഗറിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ അതേ പ്രായമുള്ള, നമ്മൾ അറിയുന്ന ഈക്വൽ ലെവലായിട്ടുള്ള ആളുകൾ. മൂന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ താഴെയുള്ള ആളുകൾ, ചിലപ്പോൾ കുട്ടികളായിരിക്കാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറച്ചും കൂടി അറിവ് കുറഞ്ഞ ആളുകളായിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ലെവൽ വെച്ച് നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ. ഈ ആദ്യത്തെ ലെവലിനോട് സംസാരിക്കുന്നത്, ഐ മീൻ ഏറ്റവും ചെറിയ ലെവലിനോട്, നമ്മളെക്കാൾ താഴ്ന്ന ഒരു കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മളവിടെ പോലീസാണ്. ബിക്കോസ് നമ്മളെന്തും, നമുക്ക് അവിടെ ഒരു ഭയമില്ല, നമ്മൾ പറയുന്നതാണ് ശരി. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു വല്ലാത്തൊരു ധൈര്യം നമുക്ക് വരാറുണ്ട്, നോർമലി വരും. രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ നമ്മളെ തല്ലും കൊല്ലും ഒന്നും തോന്നില്ലെങ്കിലും അവർ നമ്മളെ ടീസ് ചെയ്യും, അവർ നമ്മളെ കളിയാക്കും എന്നുള്ളൊരു ഭയം ഉണ്ടാവുകയും കുറച്ചുകൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. നമ്മളെക്കാൾ അക്കാഡമിക്കലി അല്ലെങ്കിൽ നോളേജ് ബേസ് വളരെ കൂടുതലായിട്ടുള്ളൊരു വിഭാഗമാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ കൂടുതലാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എല്ലാ പ്രസംഗങ്ങൾക്കും, ഞാൻ കൊറോണയുടെ മുമ്പ് വരെ ആളുകളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് ഭയം വേണമെന്നാണ്. സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏത് പ്രസംഗത്തിന് ഞാൻ പോവുകയാണെങ്കിലും ആദ്യത്തെ പ്രസംഗത്തിന് പോകുന്നത് പോലെയാണ് എൻ്റെ മനസ്സിലുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒബാമ എല്ലാ പ്രസംഗങ്ങൾക്ക് മുമ്പും അദ്ദേഹം എടുക്കുന്ന പ്രിപ്പറേഷനെ കുറിച്ചിട്ട് അതിമനോഹരമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പം പ്രസംഗങ്ങൾക്ക് പിന്നിൽ ബിഹൈൻഡ് ദ കേർട്ടൻ ഒരു വർക്ക് ഉണ്ട്. ആ കേർട്ടൻ്റെ ആ വർക്കിൻ്റെ എഫക്റ്റാണ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്, റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രിപ്പറേഷനിൽ ഹൗ മച്ച് യു പ്രിപ്പയർ, ദാറ്റ് മച്ച് യുവർ പ്രസൻറ്റേഷൻ വിൽ ബി എഫക്റ്റീവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ട്, നിങ്ങളുടെ മരുന്ന് എത്ര കയ്യിലുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അപ്പോൾ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി പ്രിപ്പറേഷൻ്റെ വ്യത്യസ്ത ചേരുവകളുണ്ട്, ഘടകങ്ങളുണ്ട്. എന്തായാലും പ്രിപ്പറേഷൻ ഇല്ലാതെ സ്റ്റേജിൽ പോകുന്ന ഒരാളും പ്രിപ്പറേഷനോട് കൂടി പോകുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം, ബേസിക് തിങ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ്. കോൺഫിഡൻസ് നമുക്ക് കൂടാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗത്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ കോൺഫിഡൻസ് കൂടണമെങ്കിൽ നമുക്ക് പുതിയ ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് കേട്ട് പഴകിയ വർത്തമാനങ്ങൾ കേൾക്കാൻ. ചോദ്യത്തിലേക്കാണ് ഞാൻ സത്യത്തിൽ അടുത്തത് ഉദ്ദേശിച്ചത്. പറയാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഓക്കെ, പ്രിപ്പറേഷൻ ആവശ്യമാണ്, അതൊരു ഘടകമാണ്. അതേപോലെ തന്നെ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ, അവരുടെ അറ്റൻഷൻ കുറെ കൂടി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രൂപത്തിൽ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ അറിവ് ഉണ്ടാക്കാം, എന്നാൽ അതിനെ
പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലും ഒരുപക്ഷെ വ്യത്യസ്തത പുലർത്താം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ? Absolutely. നമുക്ക് പ്രസംഗത്തെ 3 വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഒന്ന് 3 Pകൾ വെച്ച് നമുക്ക് പറയാം. ഓക്കെ. ഒന്ന് പ്ലാൻ ആണ്, 2 പ്രിപ്പയർ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ബിലാൽ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം ശരിക്കൊരു എല്ലാ താങ്കളൊരു സൈക്കോളജിസ്റ്റാണ് അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രസരിപ്പ് താങ്കളുടെ സംസാരത്തിൽ കേൾക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു കോച്ചിങ്, എങ്ങനെ ഓരോ വിഷയത്തിൽ എങ്ങനെ അതിൻ്റെ ഒരു ഇത് കാണാൻ തീർച്ചയായിട്ടും. അപ്പം പ്രേക്ഷകർക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടരാം, താങ്കൾക്ക് തുടരാം. നമുക്ക് സത്യത്തിൽ നമുക്കൊരു പ്രസൻറ്റേഷനെ അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിന് നമുക്ക് 3 ആക്കി തരംതിരിക്കാം. അത് 3 Pകൾ വെച്ച് തന്നെ തുടങ്ങും. P വെച്ചൊരു വാക്ക് പറയാൻ പറ്റും. വെർബ്. പാക്കിംഗ്. അഗെയിൻ ഒരു വാക്ക് കൂടെ. പ്ലേയിങ്. ഓക്കെ. സോ ഇവിടെ നമ്മൾ പ്ലാൻ ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വാക്ക് പ്ലാൻ ആണ്. ബിക്കോസ് നമുക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്നതിന് മുൻപ് ഒരു പ്ലാൻ വേണം. പ്ലാൻ എങ്ങനെയാണ് കിട്ടാന്ന് വെച്ചാൽ, ഇപ്പം ഷഹനാസ്ക എന്നെ ഈ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്തായിരിക്കും പരിപാടി. വാട്ട് ഈസ് ദ പ്രോഗ്രാം? ക്ലിയർ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദ പ്രോഗ്രാം? ഓക്കെ, എവിടെയായിരിക്കും പ്രോഗ്രാം? മൂന്നാമത്തെ വൺ, ഹൂം ഐ വോണ്ട് ടു സ്പീക്ക്. ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത്? അപ്പം വാട്ട്, വേർ, ഹൂം. ആൻഡ് ഫോർത്ത് വൺ, വെൻ. എപ്പോൾ ഞാൻ സംസാരിക്കണം? ഓക്കെ. അല്ലെങ്കിൽ ഏത് സമയത്താണ് ഞാൻ സംസാരിക്കേണ്ടത്? സമയം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആളുകൾ വളരെ ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പോലെ ആളുകൾ മൂഡി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പം ആ സമയം നമ്മൾ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ദെൻ ഹൗ ഐ വാണ്ട് ടു സ്പീക്ക്, whether it is an interview like this, or it is a podcast, or it is a public speaking, or it is a meeting, a simple meeting, simple gathering. ഓരോ സ്ഥലത്തും നമ്മൾ സംസാരിക്കുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചും ആ ഏരിയയെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ക്രൗഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ടു ഹൂം ഐ വാണ്ട് ടു സ്പീക്ക് വളരെ പ്രധാനമാണ്. കുട്ടികളുടെ അടുത്തേക്ക് ഞാൻ പോകുന്ന കഥ കൊണ്ട് മുതിർന്നവരുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും കഴിയില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ വിഷയത്തെ ഞാൻ വളരെ ലാഘവത്തോടു കൂടിയായിരിക്കും കുട്ടികളോട് സംസാരിക്കേണ്ടത്. മുതിർന്നവരോട് അങ്ങനെ ആയിരിക്കില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. കോവിഡ് കഴിഞ്ഞതാണല്ലോ. അതെ. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് കടൽ തീരപ്രദേശത്തെ മനുഷ്യരോട് നമ്മൾ സംവദിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചിലപ്പം നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ പനി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ ഇതേ ആരോഗ്യ ബോധവൽക്കരണം ഡോക്ടേഴ്സിനോടാണ് നടത്തുന്നതെങ്കിലോ തീർച്ചയായിട്ടും അവിടെ ഞാൻ അവിടെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസ് എനിക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അവർക്ക് തോന്നും ഇവൻ ഞങ്ങളെ എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്നും തോന്നും. അപ്പം അവരുടെ ലെവൽ മനസ്സിലാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയണം. നമ്മൾ പണ്ട് വല്യമ്മമാരൊക്കെ പറയല്ലോ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നുള്ളത്. അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 5 കാര്യങ്ങൾ. ഒന്ന്, വാട്ട്, എന്ത് സബ്ജക്റ്റിൽ സംസാരിക്കണം. ഓക്കെ. ചില ആളുകൾക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പം നിങ്ങളെ ഒരു പ്രസംഗത്തിന് വിളിക്കുകയാണ്, നിങ്ങൾക്കൊരു വിഷയം തന്നിട്ടുണ്ടായിരിക്കും. ഇനി തന്നിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ആസ്ക് വാട്ട് ഐ വാണ്ട് ടു സ്പീക്ക്. ഷഹനാസ്കയെ ഒരു സംസാരത്തിന് ക്ഷണിച്ചാൽ ഷഹനാസ്ക ചോദിക്കണം ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്. ക്ലിയർ ക്രിസ്പായിട്ട് ചോദിക്കണം. 2, നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് എത്ര സമയം ഞാൻ സംസാരിക്കണം. നമ്മൾ 30 minutes ആണോ സംസാരിക്കേണ്ടത്? 30 minutesനാണ് നമ്മൾ വരാൻ പാടുള്ളൂ. ഞാൻ പറയുമ്പോൾ 25 minutesനെ നിങ്ങൾ വരാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയാം. ഖൈറുൽ കലാമി മാ കല്ല വദല്ല എന്ന് പറയാം. അതായത് ഏറ്റവും നല്ല സംസാരം ചുരുങ്ങിയ സംസാരമാണ്, ക്ലിയർ ആയി കൺസൈസ് ആയി സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്ന വെന്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഞാൻ പാസേജ് ട്രെയിനർ ഞാൻ പറയാം, ഞാൻ ചിലപ്പോൾ നടന്ന് സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഒരു പൊതുപ്രസംഗമായിരിക്കും, മാന്യ മഹാജനങ്ങളെ എന്ന് മോദി പറയുന്നത് പോലെ പറയാനായിരിക്കും. അപ്പോൾ നമ്മളുടെ സ്റ്റേജിൽ നമ്മളുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എക്സ്പ്രസീവ് ആവുന്നതുള്ളൂ. ഇതൊരു പോഡിയം, നമ്മളിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി, വാക്കുകളുടെ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞു ഹൗ, ഏത് രീതിയിലാണ് ഞാൻ സംസാരിക്കേണ്ടത്. ചിലപ്പോൾ ഒരു പെർസ്യൂസീവായിട്ട്, അതായത് ആളുകളെ, ഇപ്പോൾ നിങ്ങളൊരു സംഘടന മീറ്റിംഗ് ആണ്, അപ്പോൾ ഈ സംഘടനയുടെ നന്മയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അവരെ പെർസ്യൂസീവ്, അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രചോദനാത്മകമായ ഒരു സംസാരമായിരിക്കും വേണ്ടി വരിക. ചിലപ്പോൾ അത് ഇൻസ്പിറേഷണൽ ആവാം. 10ാം ക്ലാസ്സുകാരുടെ മുന്നിൽ SSLC പരീക്ഷ ജയിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മോട്ടിവേറ്റിംഗ് സ്പീച്ച് ആവും. പ്രസംഗങ്ങൾക്ക് വ്യത്യസ്തതകളുണ്ട്. നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മളെ ക്ഷണിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ ഓഡിയൻസിനോട് ചോദിക്കാൻ വേണ്ടി പറ്റും.
ഇങ്ങനെയാണ് നമ്മൾ പ്രസംഗങ്ങളിലേക്ക് വരേണ്ടത്. ഓക്കെ, മാഷാ അല്ലാ. അപ്പം എനിക്ക് മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം, ഒരുപക്ഷെ നല്ല അറിവുണ്ടാവും, ആൾക്ക് നന്നായി സംസാരിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഒരു സ്റ്റേജ് ഫിയർ എന്നുള്ള ഒരു വിഷയം അദ്ദേഹത്തെ ഈ വിഷയത്തിൽ നിന്ന് എപ്പോഴും പിറകോട്ടി വലിക്കുന്നുണ്ടാവും അല്ലേ? അത്തരം ആളുകളുണ്ട് ഒരുപാട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ പറയുന്നത്? എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ അമേരിക്കയിലെ ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് താഴെ പഠിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പ്രസംഗം പഠിച്ചതും അങ്ങനെയാണെന്നാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് താഴെ നിന്ന് അദ്ദേഹം പ്രസംഗം പരിശീലിക്കുമായിരുന്നു, ഉറക്കെ സംസാരിക്കുമായിരുന്നു. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പോലും ഉറക്കെ സംസാരിക്കുമായിരുന്നു. ആ സംസാരം ഒരുപക്ഷെ സ്റ്റേജിൽ വന്ന് അതിമനോഹരമായി സംസാരിക്കുന്ന തരത്തിലേക്ക്, കേൾക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആവേശം കൊള്ളിക്കുന്ന തരത്തിലേക്ക്, അവരിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിമുഖീകരിക്കാനുള്ള ഭയം നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ട്. ദി പവർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപരിചിതരുടെ ശക്തി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യാണ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അറിവുകൾ എന്നെ സഹായിക്കാൻ പറ്റുന്നതുണ്ടായിരിക്കാം. ചിലപ്പോൾ ഞാൻ പോവേണ്ട സ്ഥലത്തേക്ക് ഏറ്റവും ഈസിയായി എത്താൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ട്രെയിനിൽ എങ്ങനെയായിരിക്കാം, എനിക്കൊരു 10-20 ഏക്കറുള്ള മുതലാളിയാണ്, ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കുന്നത്, എന്തിനും നമുക്ക് ചിലപ്പോൾ ട്രെയിൻ സൗഹൃദങ്ങളില്ല, അല്ലെങ്കിൽ നമ്മുടെ യാത്രാ സൗഹൃദങ്ങൾ വളരെ കുറഞ്ഞു പോയി. പക്ഷേ അപരിചിതർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമായിരിക്കും. അതെ, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ കുറെ കൂടി അത് വളരെ പോസിബിൾ ആണ്. നമ്മുടെ ഉള്ളിൽ എവിടുന്നോ വന്നൊരു മിത്തുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ അപരിചിതരും മോശക്കാരാണ്, അപരിചിതരുടെ മിണ്ടരുത്, അവരോട് സംസാരിക്കരുത്, അവർ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട്. ബേസിക്കലി എല്ലാ മനുഷ്യന്മാരും പാവാണ്. ശരിക്കും ഞാനൊക്കെ എന്തൊരു പാവാന്ന് അറിയും, നിങ്ങൾ അടിപൊളിയാണ്. അപ്പൊ എല്ലാവരുടെ ഉള്ളിലൊരു പാവത്തരം ഉണ്ടല്ലോ സത്യത്തിൽ. അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഷുഡ് ബി ഗുഡ്. പിന്നെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കൊറോണയുടെ സമയത്ത് പറഞ്ഞതുപോലെ ഭയം വേണ്ട, ജാഗ്രത വേണം. ഭയം വേണ്ട, ജാഗ്രത വേണം എന്നുള്ളൊരു സ്വന്തം അത് എല്ലാ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ അങ്ങനെയാണ്. ഈ ഭയം മാറ്റാനുള്ള ഒരു സീക്രട്ട് പറയാനാണ് ഞാനിങ്ങനെ പറഞ്ഞത്. നമുക്കറിയാത്ത ആളുകളോട് സംസാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട്, ഞാനും ഉണ്ട്, ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കുക, വേറൊരാളോട് സംസാരിക്കുക, പരിചയമില്ലാത്ത ആളുകളോട് സംസാരിക്കുക. അപ്പോൾ അതിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആളുകളോട് ഇങ്ങനെ മീറ്റ് ചെയ്ത് നമുക്ക് വരാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒന്നതാണ്. രണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആരും ഇല്ലാത്ത സ്റ്റേജിൽ കയറി സംസാരിക്കുക. ഇപ്പോൾ നാളെയാണ് നിങ്ങൾക്ക് ഒരു പരിപാടി, അല്ലെങ്കിൽ മറ്റന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിപാടി ഒരു മാസം കഴിഞ്ഞിട്ടാണ്, പക്ഷെ എവിടെയെങ്കിലും ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ അവിടെ കയറി സംസാരിക്കാം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂൾ തലങ്ങളിലൊക്കെ പബ്ലിക് സ്പീക്കിങ്ങിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. വീട്ടിലെ ബെഡിലൊക്കെ കയറി ഉറക്കെ അങ്ങ് സംസാരിച്ച ആളെയും, ടെറസിന്റെ മുകളിൽ കയറി സംസാരിച്ച ആളെയും. അതിലുള്ള ഒരു ഗുണം എനിക്ക് മനസ്സിലാവുന്നത് അതാണ് പിന്നീട് എന്നെ ഡെവലപ്പ് ചെയ്തത്, ആ ഒരു സ്കിൽ സഹായിച്ചത്. ആ ഒരു സ്കിൽ ഷഹനാസ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ബാരിസ്റ്റർ ബിരുദം നേടുന്നതിന് വേണ്ടിയിട്ട് UK പോയി. UK പോയപ്പം അവിടെ ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന ഗാന്ധിക്ക്, മോഹൻദാസിന് അവിടുത്തെ നോൺ വെജ് ഫുഡിനെ കുറിച്ച് തീരെ അഭിപ്രായമില്ലായിരുന്നു. അദ്ദേഹം വെജിറ്റേറിയൻ ഫുഡിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു പാംലെറ്റ് ഉണ്ടാക്കി. ആ പാംലെറ്റുമായി അദ്ദേഹം അറിയുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലും അറിയുന്ന ആളുകളിലേക്കൊക്കെ ചെന്നു. ഈ പാംലെറ്റ് കൊടുത്തു. ഇന്ന ദിവസം വൈകുന്നേരത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഒരു സെമിനാർ നടക്കുന്നുണ്ട്, വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ മഹിമയെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തീവ്രമായ പരിശ്രമത്തിനൊടുവിൽ ഒരു 15 പേര് ആ യോഗത്തിലേക്ക് വന്നു. ഒരു വൈകുന്നേരത്ത് ബ്രിട്ടനിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ കുറച്ച് ആളുകളെ ഇരുത്തി അദ്ദേഹം എണീക്കുന്നു, സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കൈകൾ വിറക്കുകയാണ്, ചങ്കിലെ വെള്ളം വറ്റുകയാണ്, കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയാതെ ഗാന്ധി അവിടെ ഇരുന്നു പോവാണ്, നിശ്ചലനായി പോവാണ്. ആ മനുഷ്യൻ, അന്ന് അവിടെ വഷളായ മനുഷ്യൻ, കോഴിക്കോട് വന്ന് പിന്നീട് പ്രസംഗിക്കുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ ഗാന്ധിയുടെ അന്ന് ഗാന്ധി സംസാരിച്ചിട്ടില്ല. അന്ന് അവിടുന്ന് വഷളായി ഇറങ്ങിപ്പോയ ആളാണ്, ഒന്നും കഴിയില്ല എന്ന് തീരുമാനിച്ച് ഇറങ്ങിപ്പോയ ആളാണ്. ആ മനുഷ്യൻ പിന്നീട് കോഴിക്കോട് വരുമ്പോൾ അയാളെ കാണാൻ ലക്ഷങ്ങളാണ് വന്നത്. രാഷ്ട്രപിതാവായി മാറി. സ്വതന്ത്ര സമരത്തിൽ ഗാന്ധി അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തം വാക്കുകളിൽ കൂടെ, സംസാരത്തിലൂടെ, എഴുത്തിലൂടെയൊക്കെ പ്രചരിപ്പിച്ച ഒരു മനുഷ്യനാണ്, സ്വഭാവത്തിലൂടെ പ്രചരിപ്പിച്ച ഒരു മനുഷ്യനാണ്. ഗാന്ധി പ്രസംഗിക്കാൻ വരുമ്പോൾ കാതിലെ കമ്മലൂരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ഗാന്ധി വസ്ത്രം കത്തിക്കാൻ പറയുമ്പോൾ ആ വസ്ത്രം കത്തിക്കാൻ തയ്യാറായി സ്വദേശിവൽക്കരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ ഫ്രം സീറോ ടു ഹീറോ ജേണിയുണ്ട്.
ഒരു യാത്രയുണ്ട് ഗാന്ധിക്ക് പോലും. സോ നിങ്ങൾക്ക് ഇന്ന് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അങ്ങനെ ഭയപ്പെടണ്ട, മാറി നിൽക്കണ്ട. അതിനാണ് ഞങ്ങളെ പോലത്തെ പബ്ലിക് സ്പീക്കിംഗ് കോച്ച്മാർ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം. പല ആൾക്കാരും കരുതാ പ്രസംഗമൊക്കെ അങ്ങനെ തന്നെ, അത് പഠിക്കൊന്നും വേണ്ട, പഠിച്ചില്ലെങ്കിലും നമുക്ക് നടക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പ്ലാൻ ചെയ്യാനുണ്ട്, പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ പബ്ലിക് സ്പീക്കിംഗ് കോച്ച്, അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് മോട്ടിവേറ്റർ ആണോ താങ്കൾ? അല്ലേ, മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് താങ്കളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. താങ്കൾ എപ്പോഴാണ് താങ്കളെ കുറിച്ച് തിരിച്ചറിഞ്ഞത് എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ കഴിയും, അല്ലെങ്കിൽ അത് എന്നിലുണ്ട് എന്നൊക്കെ തോന്നിയ ഒരു നിമിഷം? ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ സമകാലികമായിട്ട് അതൊരു മോട്ടിവേഷൻ ക്ലാസ്സസ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് ഉയരുന്ന, അല്ലെങ്കിൽ ഒരു അത്തരം ഒരു രീതിയിലേക്ക് പോകും. അതുകൊണ്ട് മാത്രമാണോ അതല്ല താങ്കളിൽ തന്നെ എന്തെങ്കിലും പ്രത്യേകതകളോ അല്ലെങ്കിൽ അതിലുള്ള താല്പര്യമൊക്കെ വന്നതുകൊണ്ടാണോ? സത്യത്തിൽ എൻ്റെ വാപ്പയുടെ വാപ്പ, എൻ്റെ വല്ലിപ്പ പള്ളിയിൽ ഒരു മുഅദ്ദിനായിരുന്നു. അതായത് ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു, ഒരുപാട് കാലം ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഫാദർ പള്ളിയിൽ ഒരു ഉസ്താദായിരുന്നു, ഐ മീൻ ഖുതുബയൊക്കെ നടത്തുന്ന ഒരു ഉസ്താദായിരുന്നു, ഖത്തീബായിരുന്നു. അപ്പം എനിക്കും സംസാരിക്കാനായിരുന്നു കഴിവുണ്ടായിരുന്നത്. വാക്കുകൾ ആണ്, അതിലാണ് ഒരു ശക്തി എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സംസാരം കേട്ട എല്ലാവരും ചിരിക്കും, വായാടിയാണ് ഇവൻ, എന്തൊരു വർത്താനാണെന്നൊക്കെ എല്ലാവരും പറയായിരുന്നു. സോ ഐ തോട്ട് ഇതിനെ എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാക്കാൻ വേണ്ടി പറ്റും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് വാട്ട് യു ഡു. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക. ഡു വാട്ട് യു ലവ്. നിങ്ങൾ ചെയ്യുന്നതിനെ നിങ്ങൾ സ്നേഹിക്കുക. ഇപ്പോൾ എൻ്റെ പ്രൊഫഷനെ എനിക്ക് സ്നേഹമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരാൾ ഏതാണ്ട് 28,139 മണിക്കൂർ അയാളുടെ ജോലി സ്ഥലത്തായിരിക്കും എന്നാണ് പറയുന്നത്, ഒരു ആവറേജ് കണക്ക്. അപ്പം ഇത്രയും സമയം ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്താൽ ബോറടിച്ച് പണ്ടാറണെങ്കിൽ ഒരുപാട് ആളുകൾ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നത്. സോ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പം എനിക്ക് ഒന്ന് സംസാരിക്കാനാണ് പറ്റും. ഞാൻ സത്യത്തിൽ ഞാൻ എന്നെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വിളിക്കാറില്ല. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് ഇടക്കിടക്ക് മോട്ടിവേഷൻ വേണ്ടി വരുമല്ലോ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സബ്ജക്റ്റിൽ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്പാർക്ക് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഷഹനാസ്ക നന്നാവില്ലെന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഷഹനാസ്ക ഒരു പുതിയ ചിന്ത സ്വീകരിക്കില്ലെന്ന് തീരുമാനിച്ചാൽ, ബിലാൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അൾട്ടിമേറ്റ്ലി മോട്ടിവേഷൻ 2 തരത്തിലാണ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതായത് ഒന്ന് എക്സ്ട്രിൻസിക്, പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഈ സംസാരം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് കിട്ടിയാൽ അത് നിങ്ങളുടെ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അതോടുകൂടി നിങ്ങൾ ചിന്തിക്കണം, ശരിയാ ഇനി മുതൽ ഇയാൾ പറഞ്ഞതുപോലെയൊക്കെ പ്രസംഗത്തിലേക്ക് വരാം എന്ന് തീരുമാനിച്ചാൽ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ. പക്ഷെ ഈ മോട്ടിവേഷൻ ഇൻട്രിൻസിക് ആയി നിലനിൽക്കണമെങ്കിൽ ഷഹനാസ്ക ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന് ചിലപ്പം വാശിയായിരിക്കാം അതിനൊരു കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള പണ്ടെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് ആയ കാര്യം. സ്പോണ്ടേനിയസ് ആയിട്ട് വരുമോ ഇങ്ങനെ? അല്ലാതെ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ എന്തെങ്കിലും ഉണ്ടാവണ്ടേ? ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവാം. പക്ഷേ ഈ സ്റ്റിമുലേഷൻ ഉണ്ടാവുമ്പോൾ തന്നെയും അതിന് കൺസിസ്റ്റൻസി വേണം. സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്ത വന്നാലാണ് നമുക്കത് നേടാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതാണ് നിങ്ങൾ എന്നാണ് ശ്രീ ബുദ്ധൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിപ്പെടുക. അങ്ങനെ അതിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ചിന്തിച്ചാൽ, അതുകൊണ്ടാണ് നമ്മൾ പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിൽ ഇങ്ങനെ കണ്ട് സത്യസന്ധമായി പറയാമല്ലോ ഷഹനാസ്ക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ആളുകളുടെ മുന്നിൽ നിൽക്കണം, സംസാരിക്കണം എന്നൊക്കെ. ആ ആഗ്രഹത്തെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നതാണ്, റിയാലിറ്റിയിലേക്ക്. അപ്പോഴും അവിടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ ദിവസം തന്നെ ദമാമിലെ ഈ സ്റ്റുഡിയോയിൽ, പീസ് റേഡിയോയിൽ ഞാൻ ഷഹനാസ് ചാത്തോത്തിൻ്റെ കൂടെ ഇരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യരുത്. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നാട്ടിലെ ക്ലബിലെ വളരെ ചെറിയ കുട്ടികളുടെ അടുത്തായിരിക്കും. ബട്ട് ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ്, പ്രത്യേകിച്ച് ലക്ഷ്യസാഫല്യത്തിന് വേണ്ടി. ഞാനൊരു വീട് വെക്കണമെന്ന് വിചാരിച്ചാൽ എല്ലാമായിട്ട് വീട് വെക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഒരു ചെറിയ ടാർഗറ്റ് ഇടാം, ഇതെങ്ങനെ അച്ചീവ് ചെയ്യാം, അങ്ങനെ നോക്കാം. ഇത് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ജോബിലേക്ക് പോവാണ്, ചിലപ്പം ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇന്നത് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ചെറിയ, നമ്മൾ പറയാറുണ്ട്, ബ്രയാൻ ടേഴ്സിയുടെ ഒരു ബുക്ക് ഉണ്ട്, തവളയെ എങ്ങനെ തിന്നാം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പോൾ അതെങ്ങനെയാ പറയുന്നത് വെച്ചാൽ, നിങ്ങളൊരു തവളയെ തിന്നാണെങ്കിൽ ആദ്യം അതിൻ്റെ വാലിങ്ങനെ കഴിക്കുന്നു, അതിൻ്റെ കാലിങ്ങനെ മുറിച്ച് കഴിക്കുന്നു, അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം.
ഒരു വലിയ ആഗ്രഹത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളതുപോലെ തന്നെയാണ്. അപ്പം എൻ്റെ മോട്ടിവേഷൻ സ്പീക്കർ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ട്രെയിനർ, ഒരു ബിസിനസ് കോച്ച്, പബ്ലിക് സ്പീക്കിംഗ് കോച്ച് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് എൻ്റെ പാഷനാണ്, എൻ്റെ സംസാരത്തോടുള്ള പാഷൻ. രണ്ടാമത്തത് പാഷൻ ടുവേർഡ്സ് പീപ്പിൾ ആണ്, മനുഷ്യരോടുള്ള എൻ്റെ പാഷനാണ്. ഇപ്പോൾ ഷഹനാസ് എന്നോടൊരു സ്ഥലത്ത് പോയതിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ആളുകളെ ആയിരിക്കും ഞാൻ വീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അവർ സംസാരിക്കുന്നത്, അവരുടെ വേദനകൾ, അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, അതായിരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പാഷനെ ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ പാഷൻ, പ്രൊഫഷൻ പ്ലസ് നമുക്ക് വേണ്ട സാധനമാണ് ക്വാളിഫിക്കേഷൻ. ഇപ്പം പ്രൊഫഷനിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമുക്ക് വേണം ക്വാളിഫിക്കേഷൻ വേണം. അപ്പം ക്വാളിഫിക്കേഷന് വേണ്ടിയാണ് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പഠിക്കുന്നത്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ക്രൗഡ് അല്ലെങ്കിൽ പീപ്പിൾ എന്നുള്ളത് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ LLB എടുത്തത്. കുറച്ചും കൂടി ഒരു ഡിബേറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ കാണാം, എങ്ങനെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അനലൈസ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൈക്കോളജി എടുത്തത്. എങ്ങനെ സംസാരിച്ചാലാണ് നമുക്ക് ആളുകളുടെ മനസ്സിലാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. കാരണം ഈ പ്രൊഫഷനിൽ അത് വളരെ ആവശ്യം. കാരണം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പം, ബിലാൽ സാഹിബിൻ്റെ സംസാരത്തിൽ ശ്രദ്ധിക്കുമ്പം ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എല്ലാത്തിലും വരുന്നുണ്ട്. അത് നിർബന്ധമാണെന്ന് തോന്നുന്നു. ആക്ച്വലി നമ്മളിപ്പം സൈക്കോളജി എത്ര പഠിച്ചാലും മനുഷ്യർ ഭയങ്കരമായിട്ട് വ്യത്യസ്തരാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ദ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യരിൽ ഉണ്ടാവേണ്ട ഒരു ഭംഗി എന്ന് പറയണത് ഒരാളെക്കുറിച്ച് മുൻധാരണകൾ വെക്കാതെ അയാളെ സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷനിലും നമ്മൾ തുടങ്ങുമ്പം ഇയാൾ ഇങ്ങനെ ആയിരിക്കും പറയുക എന്ന് വെച്ച് അതിനു വേണ്ടി മറുപടി പറയാൻ വേണ്ടി തന്നെ നമ്മൾ ഇരിക്കരുത്. ജസ്റ്റ് അയാൾക്ക് കുറച്ച് സ്പേസ് ആൻഡ് ടൈം കൊടുത്ത് ലിസൺ ചെയ്യും. കറക്റ്റ്. വളരെ വലിയൊരു പോയിന്റാണത് തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ഒരു ഡിബേറ്റിലോ മറ്റു വിഷയങ്ങളിലൊക്കെ എല്ലാവരെങ്കിലും ആയിട്ട് സംസാരിക്കുമ്പോൾ സാധാരണ ഒരു കോൺവെർസേഷനിൽ പോലും നമ്മൾ വേറൊരു മറ്റ് വ്യക്തിയെക്കുറിച്ച് ഒരു മുൻധാരണ വെച്ച് പുലർത്താതെ സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നിഷ്കളങ്കമായി ട്രാൻസ്പെറൻ്റ് ആയി ഒക്കെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്രോച്ചിലൊരു നിഷ്കളങ്കത ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചില തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടി വരും, നിങ്ങളുടെ കയ്യിലുണ്ടാവും. പക്ഷെ ഫസ്റ്റ് നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് ഒരു ധാരണയില്ലാത്ത ഒരാളെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇയാൾ എന്നെ എതിർക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് കരുതിയാണ് നമ്മൾ ഇതാവുന്നതെങ്കിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ നിങ്ങൾ പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു എന്നൊന്ന് മനസ്സിൽ കരുതിയോ? എന്താ തോന്നുന്നത്? പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു എന്ന് കിട്ടുന്നുണ്ടോ? ഒന്നുകൂടെ പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നോ? ശബ്ദം, ഈ ശബ്ദം അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കാം, ഒന്നുകൂടെ നോക്കണം. പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു. ഓക്കെ, കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ അല്ലേ? ഇനി നിങ്ങൾ വിചാരിക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നാണ് വിചാരിക്കേണ്ടത് മനസ്സിൽ. സത്യത്തിൽ നമ്മൾ ഇപ്പോൾ പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു ഇതും തമ്മിലൊരു ബന്ധമില്ല. പക്ഷെ ഞാൻ പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്കത് പിന്നെ എന്ത് പറഞ്ഞാലും ഇത് പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു അത് നിങ്ങളുടെ മനസ്സിൽ വരുള്ളൂ. കാരണം നിങ്ങൾ വരുന്നത് പപ്പടം വട്ടത്തിൽ പൊട്ടിച്ചു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഏതൊരു കമ്മ്യൂണിക്കേഷനിൽ പോകുമ്പോഴും നിങ്ങളോട് എനിക്ക് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ കേൾക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയും ഞാൻ ഒരു മറുപടി പറയാനും വേണ്ടി അല്ല നിങ്ങളെ കേൾക്കുന്നത് നിങ്ങൾക്ക് തോന്നിക്കുകയും വേണമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറയുന്നതിനിടയിൽ ക്രോസിൽ കയറിയിട്ട് അല്ല പിന്നല്ല. ചിലവർക്ക് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ എന്നോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ ഇതിനെങ്ങനെ മറുപടി പറയും എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഇരിക്കുക. അല്ലെ? അപ്പൊ ഞാൻ എങ്ങനെ നിങ്ങളോട് മറുപടി പറയുന്നു എന്ന് ആലോചിച്ചോണ്ടിരുന്ന പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ സത്യത്തിൽ ഇയാൾ പറയണല്ല നമ്മൾ ശ്രദ്ധിക്കും. എന്ത് മറുപടി കൊടുക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ അയാൾ പറയുന്ന ഗൗരവമുള്ള വിഷയത്തിന്റെ കാമ്പ് നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മൾ തരുന്നത് നമ്മൾക്ക് എങ്ങനെ ഇതിലും മറുപടി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം അതിനപ്പുറത്ത് നമ്മൾ ചില ആളുകൾക്കൊക്കെ ഇരുന്ന് കേട്ടാൽ മതി. ഇപ്പം ഇതിൽ കേൾക്കുന്നവരിൽ ഭാര്യമാരുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഭാര്യമാർ ഉള്ള ആളുകളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സൊല്യൂഷൻ ഒന്നും വേണമെന്നില്ല നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ. അവർക്ക് വേണ്ടത് നല്ലൊരു കേൾവിക്കാരനെയാണ്. അതായത് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഭാര്യമാരോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഭാര്യ നമ്മളടുത്ത് വരുന്നു, നമ്മൾ വീട്ടിലിരിക്കുന്നു, നമ്മളെ ഭാര്യ നമ്മളടുത്തേക്ക് വരുന്നു, അവർ നമ്മളോടൊരു കാര്യം പറയുന്നു, നമ്മൾ മൊബൈലിലായിരിക്കും, നമ്മൾ പറയും ശരിയാണ്, എന്നിട്ട് സൂപ്പറാണ് എന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞിട്ട് അവർ ചോദിക്കും അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കും. ഇതുവരെയും അവർ പറഞ്ഞ കാര്യമൊന്നും നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ടായിരിക്കില്ലല്ലോ. അപ്പം ഇത് സ്ത്രീകൾക്ക് ശരിക്കും വേണ്ടത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേൾക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനാണ്. 2 വാക്കുകൾ വളരെ പ്രധാനമാണ്. ഒന്ന്, ഞാൻ നിന്നെ കേൾക്കുന്നു. 2, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു.
ഇത് കമ്മ്യൂണിക്കേഷനിൽ രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷനിൽ വളരെ പ്രധാനപ്പെട്ട. അപ്പം ഒരു അതിൻ്റെ ഇടയിലൊരു രസകരമായി എനിക്ക് തോന്നിയൊരിത് സ്ത്രീകളിൽ നിന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. പുരുഷന്മാർക്ക് അങ്ങനെയുള്ള പുരുഷന്മാരുടേത് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും നിങ്ങൾ വളരെ ഡെസ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോകുമായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഭാര്യ ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർ പിന്നെയും ചോദിക്കും എന്താണെന്ന് പറയും, എന്നോട് പറയും, ഞാൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കുക. അങ്ങനെ ഉണ്ടാവുക. കാരണം നമ്മൾ ഡെസ്പാവുമ്പോൾ സൈക്കോളജിയുടെ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗർഭപാത്രത്തിൽ ശിശു കിടക്കുന്നത് പോലെ പുരുഷൻ ചുരുണ്ടുകൂടി കിടക്കാൻ ശ്രമിക്കും. ടെൻഷൻ വരുമ്പോൾ ഒതുങ്ങി മാറി കിടക്കാനോ ഉറങ്ങാനൊക്കെ ശ്രമിക്കും. പക്ഷെ സ്ത്രീകൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് പരമാവധി ആളുകളിലോട് പറയാനാണ് ശ്രമിക്കുക. ഇതൊക്കെ ഒരു സൈക്കോളജിക്കലി മുഴുവനായിട്ടുള്ള ഒരു സാധനം കേട്ടോ. അല്ലാതെ ഇപ്പം ഒരാൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ പറയുന്ന കാര്യം. ഇപ്പോൾ പലപ്പോഴും പുരുഷന് വേണ്ടത് സൊല്യൂഷനാണ്. ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹാരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ മാത്രമായിരിക്കും സംസാരിക്കാൻ ശ്രമിക്കുക. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടത് കേൾവിയാണ്. നിങ്ങൾ അവരെ ഒന്ന് കേട്ടാൽ, ആ കുറേ സമയം കഴിഞ്ഞ് നിങ്ങൾ അവരെ ഇങ്ങനെ കേട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആക്റ്റീവ് ലിസണിങ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി റിലാക്സ്ഡ്. ഒരു വലിയ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഇതുപോലെ അവരുടെ മനസ്സ് ശാന്തമാവും. ഇത് രണ്ടും പുരുഷനും സ്ത്രീയും രണ്ട് തരത്തിലാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു തരംതിരിവ് വേണ്ട. അതെ, സംഭവം അടിയാവാൻ സാധ്യതയുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ അടിയാവാൻ സാധ്യതയുള്ള സാധനം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇൻഷാ അള്ളാ കൂടിക്കാഴ്ചയുടെ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.